ഹലോ, പത്തരമാറ്റിൻ്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് കനകയുടെയും ഗോവിന്ദൻ്റെയും വീടാണ്. പർച്ചേസിങ്ങിന് പോയ നന്ദുവിനെ കാത്തിരിക്കുകയാണ് അവർ. കനക ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട്, അല്ല നന്ദുട്ടൻ എന്താ ഇത്രയ്ക്കും വൈകുന്നത്? അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അവൾ ഇങ്ങ് വരും, നീ മോൾക്ക് കൊണ്ടുപോകേണ്ട അച്ചാറും ചമ്മന്തിപ്പൊടിയും ആക്കിയോ? അപ്പോൾ കനക പറയുന്നുണ്ട്, അതൊക്കെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴത്തേക്കും നന്ദു അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, കാക്കി ഇടുന്നതിൻ്റെ മുന്നേ തന്നെ നിയമം കയ്യിലെടുക്കേണ്ടി വന്നു. എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ്, വഴിയിൽ വെച്ചുണ്ടായ അടിപിടിയൊക്കെ. ഇത് കേട്ട് കനകയ്ക്കും ഗോവിന്ദൻ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കനക പറയുന്നുണ്ട്, ഹോ എൻ്റെ നന്ദുട്ട, ഞാൻ പറഞ്ഞതല്ലേ ട്രെയിനിങ് കഴിയുന്നത് വരെ ഒരു പൊല്ലാപ്പിനും പോകരുതെന്ന്. ഇനി ഇതെങ്ങാനും പോലീസ് കേസ് ആകുമോ? അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെന്തിനാണ് അമ്മേ കേസാകുന്നത്? തല്ല് കിട്ടിയവൻ കൊണ്ടുപോയി കേസ് കൊടുത്താൽ അവൻ തന്നെയാണ് അകത്ത് കിടക്കുകയുള്ളൂ. ജാമ്യം കിട്ടാത്ത തെറ്റാണ് അവൻ ചെയ്തത്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. നയന ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് അങ്ങോട്ടേക്ക് നവ്യ വരികയാണ്. എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയുണ്ട്, സുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. നയന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ നല്ല സുഖമുണ്ട്. അല്ല ചേച്ചി നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, എങ്ങോട്ടേക്കെങ്കിലും പോകുന്നുണ്ടോ? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ബോറടിക്കുന്നു, അതുകൊണ്ട് എനിക്കൊന്ന് പുറത്തു പോകണം. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാനും ചേച്ചിയുടെ കൂടെ വരുന്നുണ്ട്. നാളെ നന്ദുട്ടൻ പോകുന്നതല്ലേ, അവൾക്ക് എന്തെങ്കിലും വാങ്ങണം. എന്നിട്ട് എല്ലാവർക്കും വീട്ടിലൊന്ന് ഒത്തുകൂടണം. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നിനക്ക് സുഖമില്ലാത്തതല്ലേ? അപ്പോൾ നയന പറയുന്നുണ്ട്, തുളസി ഇലയിട്ട് ആവി പിടിച്ചപ്പോൾ തന്നെ എൻ്റെ തലവേദനയൊക്കെ മാറി. എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, ചേച്ചി നന്ദുവിനെയും വിളിക്ക്, നമുക്ക് 3 പേർക്കും കൂടി ഒന്നിച്ചു പോകാം, അപ്പോഴത്തേക്കും ഞാൻ ഒരുങ്ങി വരാം എന്ന് പറയുകയാണ്. കുറച്ച് കഴിഞ്ഞ് നയനയും നവ്യയും പോകാനായി റെഡിയായിട്ട് വരികയാണ്. അപ്പോൾ താഴെ ദേവയാനി സോഫയിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നയന അമ്മായിയമ്മയോട് ചോദിക്കുന്നുണ്ട്, നാളെ നന്ദു പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങളൊന്ന് അവിടം വരെ ഒന്ന് പോയിട്ട് വരട്ടെ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, സുഖമില്ലാതെ നിൽക്കുന്ന ഈ സമയത്ത് നീ എന്തിനാണ് പോകുന്നത്? അപ്പോൾ തലവേദനയൊക്കെ നിന്റെ അടവായിരുന്നോ എന്ന്. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ തന്ന കഷായം ഒക്കെ കുടിച്ചപ്പോൾ തന്നെ എനിക്ക് നന്നായി കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നല്ല സുഖമുണ്ട്. അത് കേട്ടപ്പോൾ ദേവയാനിക്ക് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നേരം ഇരുട്ടുന്നതിന് മുൻപ് ഇവിടെ എത്തിക്കൊള്ളണമെന്ന്. ശരി അമ്മേ എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ എന്തൊരു തെറ്റാണ് ചെയ്യുന്നത്. നാളെ അവളുടെ പൊന്നനിയെത്തി പോകുന്നതുകൊണ്ട് അവർക്കെല്ലാം ഇന്ന് അവരുടെ വീട്ടിൽ ഒത്തുകൂടാൻ വലിയ ആഗ്രഹമുണ്ടാകും. അങ്ങനെയൊക്കെ ചിന്തിച്ച് ദേവയാനി വിഷമിക്കുന്നുമുണ്ട്. പിന്നെ കാണിക്കുന്നത് നവ്യ നയനയോട് പറയുകയാണ്, നീ ഒട്ടും സന്തോഷിക്കുന്നത് നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അത് കാരണമാണ് അവർ നമ്മളെ ഒരു ദിവസം പോലും അവിടെ താമസിക്കാൻ അനുവദിക്കാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അതൊന്നുമല്ല ചേച്ചി, കാരണം അമ്മയുടെ മനസ്സറിയാനുള്ള യാത്ര ഞാൻ തുടങ്ങി കഴിഞ്ഞു, അത് ഉടനെ തന്നെ ഞാൻ കണ്ടെത്തുകയും ചെയ്യും. അങ്ങനെ അവർ 3 പേരും നല്ലൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറുകയാണ്. അവിടുന്ന് നയനിയും നവ്യയും ചേർന്ന് നന്ദുവിന് വേണ്ട ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുകയാണ്. നന്ദു പറയുന്നുണ്ട്, ഇത്രയധികം ഡ്രസ്സൊന്നും വേണ്ട എന്ന്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നയനയ്ക്കിപ്പോൾ നല്ല സാലറി ഉണ്ട്, ഇവൾ ഇപ്പോൾ മൂർത്തി ജ്വല്ലറിയിലെ ഡിസൈനറാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എന്ന് വെച്ച് ചേച്ചിയുടെ പണം പൊട്ടിക്കാനൊന്നും ഞാനില്ല. അപ്പോൾ നയന പറയുന്നുണ്ട്, പണം അത്യാവശ്യത്തിന് ചെലവഴിക്കാനല്ലേ മോളെ, അനാവശ്യത്തിന് ചെലവഴിക്കാനും പാടില്ല എന്ന് മാത്രം. അങ്ങനെ അവർ ഓരോന്നും പറഞ്ഞ് വളരെ സന്തോഷത്തിലാണ്. അതിലിടയ്ക്ക് നവ്യ പറയുന്നുണ്ട്, നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാമെന്ന്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ചേച്ചിക്ക് എപ്പോഴും തിന്നേണ്ട വിചാരമേ ഉള്ളൂ എന്ന് തമാശയോടെ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇവളിപ്പോൾ ഒറ്റയ്ക്കല്ല, ഇവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്. അങ്ങനെ അവർ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. പരസ്പരം തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്. എന്നിട്ട് അവർ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നവ്യ പറയുന്നുണ്ട്, ഞാനിത് അച്ഛനും അമ്മയ്ക്കും അയച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, വേണ്ട ചേച്ചി, അത് കണ്ടാൽ അമ്മയെ കൂട്ടാത്തതിന് നമ്മളെ കണ്ടാൽ അമ്മ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയും. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അമ്മ വിളിച്ചാലും വരില്ല ചേച്ചി, അമ്മ എനിക്ക് കൊണ്ടുപോകാനുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കേണ്ട തിരക്കിലാണ്. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അതാ ഒരു പോലീസ് ജീപ്പ് വന്ന് മുൻപിൽ നിൽക്കുന്നു. അപ്പോൾ നവ്യ തമാശയോടെ ചോദിക്കുന്നുണ്ട്, നീ പോലീസ് ട്രെയിനിങ്ങിന് പോകുന്നത് കൊണ്ട് പോലീസുകാർ മണത്തറിഞ്ഞ് വന്നതാണോ? അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഓ അവർ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കും. അപ്പോഴേക്കും പോലീസുകാരൻ അവരുടെ അടുത്തേക്ക് വന്ന് ഇതിലാരാണ് നന്ദു എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനാണെന്ന് നന്ദു പറയുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇവൾ നാളെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിനിലേക്ക് പോകുകയാണ്. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, പോലീസ് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് ട്രെയിനിങ് തുടങ്ങിയോ?
കുട്ടി ഒന്ന് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട്. അവൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ എത്തിയിട്ട് പറയാം എന്ന് പറഞ്ഞ് പോലീസുകാരൻ നന്ദുവിനെയും കൊണ്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് പോലീസുകാരൻ നയനയോടും നവ്യയോടുമായി പറയുന്നുണ്ട്, കാണേണ്ടവരെയൊക്കെ കണ്ടുകൊള്ളൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ എന്ന്. പിന്നെ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന നവ്യയെയും നയനയെയുമാണ് കാണിക്കുന്നത്. നവ്യ പറയുന്നുണ്ട്, അവളെ ആരോ കെണിയിൽ കുടുക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അവൾക്ക് നാളെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവേണ്ടതല്ലേ, ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചു കൊണ്ട് നിൽക്കുന്ന നവ്യയെയും നയനയെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.